ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ് ട്രെയിലർ റിയാക്ഷനാണ്. ട്രെയിലർ കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ സീറോ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഈ ഒരു ട്രെയിലർ കാണാനായിട്ട് പോകുന്നത്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാക്സിമം ഈ ഒരു സിനിമ വരാനായിട്ട് പോകുന്നത് ദി മാർവൽസിൻ്റെ അത്രയാണ്. അതിലും താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മാർവലിൻ്റെ ഒരു ഡൗൺഫോൾ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെ, ഓൾറെഡി ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് പോലും ഈ ഒരു സിനിമയുടെ പ്രതീക്ഷയില്ലെന്നാണ് പറയുന്നത്. കാരണം റീഷൂട്ടൊക്കെ ചെയ്ത് അലങ്കോലമൊക്കെ വെച്ചേക്കുന്ന ഒരു ട്രെയിലറാണെന്നൊക്കെ സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ട്രെയിലർ കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഞാൻ നിർത്തിയിട്ട് പോവാണ്. അപ്പം ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ് ഷാമിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഷാം ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. എന്തായാലും ട്രെയിലർ കാണാമല്ലേ. Wilson. Thanks for coming in. Thanks for the invite, sir. I have to admit, I'm still getting used to the new look. They said lose the mustache or lose the election. So, പുള്ളിയാണ് പുതിയ പ്രസിഡന്റ്. I haven't always agreed in the past, but I want to make another run at making Captain America an official military position. And if we disagree on how to manage this situation, then what happens? Work with me, Sam. We'll show the world a better way forward. Sir, your inner circle's been compromised. Either you can't see that, or you don't want to. What if it's a trap? Global power is shifting. You're just a pawn. You may be Captain America, but you're not Steve Rogers. You're right. I'm not. റെഡ് ഹൾക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ കാര്യമായിട്ടൊന്നും ഞാൻ ഈ ട്രെയിലറിനെ പറ്റിയിട്ട് പറയുന്നില്ല. കാര്യം സിനിമ 2025 ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേക്ക് വരുന്നുണ്ട്. അപ്പോൾ പോയി കാണാം, കണ്ടു കഴിഞ്ഞിട്ട് പറയാം. അതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര രോമം എഴുന്നേറ്റിരിക്കുന്ന സാധനമോ മാർവലിൻ്റെ ഒരു സിഗ്നേച്ചറോ അതൊന്നും ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ട്രെയിലർ, അതിൽ കൂടുതൽ കുറേ പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതല്ലാതെ വേറെ റെഡ് ഹൾക്കൊക്കെ ഭയങ്കര പവർഫുൾ ക്യാരക്ടറൊക്കെയാണ് ആക്ച്വലി കോമിക്സിൽ. ഇനി ഇതുവരെ എന്താണ് ഓൾറെഡി മറ്റേ ഷീകൾക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ബ്രൂസ് ബാനറിനെ നശിപ്പിച്ചു. ആൾക്ക് ക്യാരക്ടർ അസാസിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ എങ്ങനെ കൊല്ലാം, ഹൾക്കെന്ന് പറയുന്ന ക്യാരക്ടർ ഇവരെ നശിപ്പിച്ച് പരിവാക്കി. ഓൾറെഡി ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റീവ് റോജേഴ്സ് ആയിരുന്നു നല്ലത്. ഇതിപ്പം സാമിന് ഓക്കെ കൊടുത്തു, അതൊക്കെ. ഈ സിനിമയിൽ ഇനി എന്താണ് കാണിക്കാനായിട്ട് പോകുന്നത്, ഇനി ഇതിനകത്തിനി ക്യാമിയോ ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട് ഒരു പിടുത്തമല്ല. എന്തായാലും സിനിമ വന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് പറയാനാണ്, ദ ബെസ്റ്റ് സിനിമകൾ നമ്മൾ കണ്ടിട്ട് മാർവലിൻ്റെ വന്നിട്ട് മാർവലിൻ്റെ ഒരു ഡൗൺഫോൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. വി ക്യാൻ ഫീൽ ഇറ്റ്. ഇത് ജസ്റ്റ് ട്രെയിലർ, ജസ്റ്റ് ഒരു നോർമൽ ട്രെയിലർ. ഇതിൻ്റെ കഥ എന്താണ്, ഇതിനകത്ത് ഇനി അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഇത് ഒരു പുതിയ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മാർവലിൻ്റെ ഒരു സിനിമയും പുള്ളിക്കാരൻ ഇതൊരു ഡയറക്റ്റ് ചെയ്തില്ല. പുള്ളിയുടെ ഫസ്റ്റ് മാർവൽ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. നിങ്ങളൊരു മാർവൽ ഫാനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ പറയാം. ഞാനൊരു ഡൈഹാർഡ് മാർവൽ ഫാനൊക്കെ ആയിരുന്നു. മാർവലിൻ്റെ ഡീസിലെ എല്ലാ സിനിമയും കാണുമായിരുന്നു, സീരീസിലും കാണുമായിരുന്നു. പക്ഷേ ഡൗൺഫോളാണ്, ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നു. ഇതോടെ മാർവലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇതിലെനിക്ക് ആദ്യമേ പ്രതീക്ഷയില്ലായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ മതി, അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയാനാണ്. അപ്പം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം, നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയിട്ടുള്ളത്.
ഈ ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ഒന്നും ഈ ട്രെയിലർ കണ്ട് തന്നില്ല, സത്യമായിട്ടും തന്നിട്ടില്ല. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്കറിയാവുന്ന, ഒരു സൂപ്പർ ഹീറോ നമുക്കറിയാവുന്നത് കൊണ്ടും പുള്ളിയുടെ അല്ലെങ്കിൽ ബാക്കി സിനിമകൾ നമ്മൾ കണ്ടുള്ളൂ. ഇത് പുതിയൊരു പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വരുന്ന സാധനം. അപ്പം എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഗുഡ് ബൈ.